രണ്ട് ലൈംഗിക പീഡന കേസുകളിലെ ആഘാതത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിന് രക്ഷപ്പെടാനായി സാധിച്ചില്ല. കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ സംരക്ഷിച്ച നേതാക്കളെല്ലാം രാഹുലിനെ കൈവിട്ടു. പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താക്കുകയും ചെയ്തു. നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നതും കോടതിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടിയുമാണ് രാഹുലിനെ പുറത്താക്കുന്നതിന് കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത്. ഇന്നു മാഷ്, നാളെ ഹെഡ്മാഷ്, മറ്റന്നാൾ പ്യൂൺ, റീലന്മാരുടെ യോഗം കോൺഗ്രസിലും ലീഗിലും അവസാനിക്കുന്നുവെന്ന കളിയാക്കലിലൂടെയാണ് KT ജലീൽ രാഹുലിന്റെ തിരിച്ചടിയെ സംബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചത്. എത്ര മൂടിയാലും സത്യം പുറത്തുവരിക തന്നെ ചെയ്യുമെന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഡോക്ടർ പി സരിന്റെ ഭാര്യ സൗമ്യ സുരേഷ് പങ്കുവച്ചത്. MLA സ്ഥാനം രാജിവെക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മറുപടി. MLA സ്ഥാനം രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളത് MLA എലക്ട് ചെയ്ത ആളിന്റെ മെന്റൽ ആറ്റിറ്റ്യൂഡ് പോലിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പുറത്താക്കിയ നടപടി സ്വാഗതം ചെയ്യുന്നുവെന്ന് ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചു. ഇന്നിപ്പോൾ വൈകിയെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇത് കൃത്യമായിട്ട് അതിൻ്റെതായ നടപടിക്രമങ്ങളിലൂടെ തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റിയ KPCCയുടെ നടപടി എന്ന് പറയുന്നത് മറ്റു മാതൃകകൾ കേരളത്തിൽ ഇല്ല എന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മിക്കണം. തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യുന്നു. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമോ എന്നത് സ്വയം തീരുമാനിക്കേണ്ടതാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു. കോൺഗ്രസ് ടിക്കറ്റിലാണ് അത്. MLA സ്ഥാനം ഇനിയിപ്പോൾ 2-3 മാസക്കാലത്തേക്കാണുള്ളത്. ജനങ്ങൾ കൊടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം അത് രാജിവെക്കുന്നുവെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം ജാമ്യാപേക്ഷ തള്ളിയതിനാലെന്ന് MM ഹസൻ പ്രതികരിച്ചു. പാർട്ടി എടുത്ത തീരുമാനത്തെ ഞാൻ സർവാത്മന അംഗീകരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇന്നലെ തന്നെ കൂടിയാലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് KPCC അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഇനിയാകെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജി തള്ളിയ വിധി നീതിയുടെ വിജയമെന്ന് നടി റിനി ആൻ ജോർജ് പറഞ്ഞു. സത്യമേവ ജയതേ എന്ന് പറഞ്ഞതുപോലെ തന്നെ സത്യം തന്നെ വരും. ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നു. ഇതെല്ലാം ഉണ്ടാക്കിയ കഥകളാണ്, വെറുതെ പറഞ്ഞതാണ് എന്നുള്ളത് ഇപ്പോൾ കോടതി തന്നെ അങ്ങനെയല്ല എന്നുള്ള ആദ്യ സൂചന നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.